ഈ കയ്യിലൊക്കെ എഴുതി വെക്കുന്ന ടാറ്റു ഇല്ലേ, അതിനകത്തും ന്യൂമറോളജി ഉണ്ട്. നിത്യക്ക് ടാറ്റു കൊണ്ടല്ലോ അല്ലേ, അതിനകത്തും ന്യൂമറോളജി ഉണ്ട്. കാരണം ഡിസ്പ്ലേ ചെയ്യുന്ന എന്തിനേയും നമുക്കെതിരിൽ നിന്ന് വായിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഉണരുന്ന എന്ത് തരം എനർജിയാണോ അതിൽ നിന്നും നമുക്കൊരു ഫോഴ്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഈ 55 കുറിച്ച് പറയാറുണ്ട്. 55 ഒരു ശത്രുജയം തരുന്ന നമ്പറാണ് ന്യൂമറോളജിയിൽ. അപ്പോൾ പണ്ട് ഗ്രീക്ക് ഭടന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ പടച്ചിട്ടെങ്കിൽ 55 തെളിയിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ശത്രുജയം തരുന്ന നമ്പറാണത്. ആ വിശ്വാസം ഗ്രീക്കൊക്കെ ന്യൂമറോളജിയുടെ ഏറ്റവും ടോപ്പസ്റ്റ് ആൾക്കാരാണ് അവിടെ ഉള്ളത്. നമ്മൾ ഭാരതം എല്ലാം കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഭാരതം അതേപോലെ തന്നെയാണ് ഹീബ്രു ബേസിലും മായൻസും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മുടേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൂടുതലാണ്, നമ്മുടേതായിട്ടുള്ള വെളിപ്പെടുത്തൽ കൂടുതലാണ്, നമ്മുടേതായിട്ടുള്ള അന്വേഷണങ്ങൾ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം മറ്റാരും അന്വേഷിച്ചിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടൊന്നുമല്ല. ദൂരസമർത്ഥമായ പിരമിഡുകളുണ്ട്, അതിൻ്റെ പേരിൽ എന്തോരം രഹസ്യങ്ങളുണ്ട്. അതെല്ലാം പാശ്ചാത്യ വിദേശികൾക്കും നമ്മളെപ്പോലെ പാരമ്പര്യമുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട് താനും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഒരു അഭിമാനം. അതുകൊണ്ട് ഭാരതം ഉയർന്ന സംസ്കാരം അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും മറ്റുള്ളവരും നമ്മുടെ നിരകളിലുണ്ട്, അവരുടേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഒരുപാടുണ്ട്. അതിൽ 55 കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ശത്രുജയം തരുന്ന നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾ കടന്നുകൂടി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നിൽ 10-ലോ 19-ലോ 28-ാം തീയതി ജനിച്ച ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് പാത്തിൽ 1-ന്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ പേരിൽ 1-ന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ സക്സസ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് പോക്കറ്റിൽ നിങ്ങൾക്ക് 55 വയ്ക്കാം, ജസ്റ്റ് സ്റ്റിക്കർ. അത് ഡിസ്പ്ലേ ആകുമ്പോൾ മറ്റുള്ളവരുടെ വിചാരത്തിൽ നിന്ന് ഉണർന്നു വരുന്നൊരു എനർജി, ആ ഫോഴ്സ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. 55-ന്റെ ഓപ്പോസിറ്റ് നിൽക്കും ഭയക്കും. അതാ ശത്രു ചെയ്ത് തരുന്ന നമ്പർ എന്ന് പറയുന്നത്. ഭയന്ന് തോറ്റു പിന്മാറുന്നു എന്നല്ല പറയുന്നത്. ഒരു ചെറിയൊരു ഒരു ഇടവേള കിട്ടും എതിർപക്ഷത്തിന്. മനസ്സിലായില്ലേ?